ഹലോ ഹായ് ഗായ്സ്. അപ്പം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് പറയുന്നത്. അപ്പം അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ പറയാം. കുറേ ആയി ഗുരുവായൂർ പോകണം വിചാരിക്കുന്നത്. അങ്ങനെ അവസാനം ഇപ്പോഴാണ് ടൈം കിട്ടിയത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം, ഡ്രസ്സ്, മേക്കപ്പ് സാധനങ്ങൾ എന്നൊക്കെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാണ്ട്. അപ്പം ഞാനെടുത്ത് വെക്കുന്നത് ഒരു കുഞ്ഞ് ബാഗിലാണ്. അപ്പം അതായത് നമുക്ക് എപ്പോഴും കൈ പിടിച്ച് കൊണ്ട് നടക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ബാഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ വെക്കുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ. ഇമ്പോർട്ടൻ്റ് ആണ് അതെനിക്ക്, അല്ലെങ്കിൽ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും. പിന്നെ എനിക്ക് വേണ്ട കുറേ സാധനങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. അപ്പം മേക്കപ്പ് സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചതാണ്. അപ്പം മുടി കുറച്ച് അടിപൊളിയായി വന്നിട്ടുണ്ട്, അതാണ് ഇത്ര ഷോ ഒക്കെ കളിക്കുന്നത്. ഇനി ഡ്രസ്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം ഗൈസ്. ഏത് ഡ്രസ്സ് ഇടുന്നുള്ള കൺഫ്യൂഷനിലാണ് ഗൈസ് ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, സ്ലീവ്ലെസ് ടോപ്പ് തന്നെ വിചാരിച്ചു. അപ്പോൾ സ്ലീവ്ലെസ് ടോപ്പ് എടുത്തു. ഇപ്പം സമയം 3:02 ഗൈസ്. 3 മണിക്ക് ഇറങ്ങണം വിചാരിച്ച ഞങ്ങൾ 3:02 മാറ്റി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം എന്തായാലും ഒരു 4 മണിക്കൊക്കെ ഇറങ്ങായിരിക്കും. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, ഇനി മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞല്ലോ നിർബന്ധമാണ്. അപ്പം മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ശരി ഗൈസ്, ബൈ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ അച്ഛമ്മ. അപ്പം പിന്നെ അമ്മ വാതിൽ പൂട്ടുന്നുണ്ട്. ഞങ്ങൾ കാറ് കയറി. ഇനി യാത്രയോടെ യാത്ര. ഐ തിങ്ക് ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഗൈസ്. 2 മണിക്കൂർ വെറുതെ ഇരിക്കണ്ടല്ലോ കരുതി ഞങ്ങൾ അന്താക്ഷരി കളിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പാട്ടുമൊക്കെ പാടുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, ഇതൊക്കെ തന്നെ. പിന്നെ കുറച്ച് ഉറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ കുടിക്കണം എന്നൊരു നിർബന്ധമാണ്. അങ്ങനെ ഒരു കഫേയിൽ നിർത്തി ചായ കുടിച്ചു ഗൈസ്. അവിടുത്തെ ഇലയുടെ അത്ര പോരാ. പിന്നെ നമ്മൾ നമസ്കാർ ടൂറിസ്റ്റ് ഹോം ഗുരുവായൂരിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ലോഡ്ജാണ്, അവിടെ എത്തി. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ മേലേക്ക് അമ്പലത്തിലേക്ക് പോവാണ്. രാത്രി ഇനി ഒന്ന് തൊഴാന്ന് വെച്ചിട്ടായിരുന്നു, പക്ഷേ ഒരു പണി പാളി ഗൈസ്. നമ്മൾ ലേറ്റായി. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് നട അടച്ചു കഴിഞ്ഞായിരുന്നു ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ പുറത്തൊക്കെ തൊഴുതിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയും സമയമുണ്ടല്ലോ. ഫോണ് ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിലാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അധികം ആളുണ്ടോ ചോദിച്ചാൽ അധികം ഇല്ല, രാത്രിയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, അത്ര ഇല്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ മെയിൻ സംഭവങ്ങളാണ്, അതുകൊണ്ടൊക്കെ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ കൂടെ വെറുതെ ഒന്ന് നടന്നു വന്ന് ക്ലോക്ക് റൂമിൽ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. സാധനങ്ങളൊന്നും ഇപ്പോൾ വാങ്ങിയില്ല, നമ്മൾ പിന്നെ വാങ്ങാൻ വെച്ചു, നാളെ വാങ്ങാൻ വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു, അച്ഛനും അമ്മേനെയും വീഡിയോ എടുത്തു, അമ്മേനെയും വീഡിയോ എടുത്തു. ഒരു നീലക്കുയിൽ എഫക്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. പിന്നെ അരങ്ങേറ്റുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ആനേനെയൊക്കെ നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ കൃഷ്ണാട്ടം കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ, കാരണം കുറേ നേരം ഇരിക്കാൻ പറ്റിയില്ല. കാരണം എന്തായാലും 2 മണിക്ക് നാളെ പുലച്ചയ്ക്ക് എണീക്കുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അയച്ച് പർച്ചേസ് ചെയ്തിട്ട് നല്ല ലോഡ്ജിലേക്ക് തന്നെ മടങ്ങാൻ അയച്ച്. അങ്ങനെ എൻ്റെ കണ്ടത് പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ പോവുള്ളൂ. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു. ഞങ്ങൾ ലോഡ്ജിലേക്ക് മടങ്ങി പോകുമ്പോഴാണ് ഗൈസ് അച്ഛൻ്റെ ഈ ചെരുപ്പ് കാണുന്നില്ല. ആരും അടിച്ച് മാറ്റിക്കൊണ്ടുപോയി ഗൈസ്. ഇവിടെ ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, ബട്ട് കണ്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ റീലെടുക്കാമെന്ന്. ബട്ട് അവിടുത്തെ പോലീസ് മാമൻ വന്ന് പറഞ്ഞു ഇവിടുന്ന് റീലെടുക്കാൻ പാടില്ല, എന്തൊക്കെയോ പറഞ്ഞു പോയി. അവസാനം ഞങ്ങൾ ലോഡ്ജിലെത്തി കിടന്നുറങ്ങാൻ പോവാണ്. ബായ്.